ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും ചാച്ചൻ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇനി വണ്ടിയിൽ കയറ്റണം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചായിരുന്നു. വീട്ടിലേക്ക് വിളിച്ചപ്പോൾ നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീട്ടുകാരെല്ലാവരും കൂടി കൂട്ടിയിട്ട് ഇപ്രാവശ്യം ബാംഗ്ലൂരിലേക്കാണ് വരുന്നത്. നമ്മൾ നേരെ ഫ്ലൈറ്റ് പോകുന്നത് കൊച്ചിയിലേക്കല്ല. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ വീഡിയോ സ്പെഷ്യലായിട്ട് സ്കിപ്പാക്കാതെ കാണണം. കാരണം ഇതിൽ നമ്മൾ മുത്തങ്ങ ത്രൂ ഫോറസ്റ്റ് ടൂറിസ്റ്റിക് അഡിക്ഷൻ്റെ കീഴിൽ കൂടിയുള്ള റൂട്ടുകളിലൂടെയൊക്കെയാണ് തിരിച്ചു വരുന്നത്. മൈസൂർ, ബാംഗ്ലൂർ, മുത്തങ്ങ, കോഴിക്കോട് ഇതൊക്കെ കറങ്ങിയാണ് നമ്മൾ കൊച്ചിക്ക് വരണത്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ബാക്കി പോകുന്ന വഴിക്ക്. ഇത് നമ്മൾ ഫൈനലി നമ്മുടെ ബാഗേജുകളെല്ലാം റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാക്കിംഗ് ഒക്കെ ഏറെക്കുറെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നാളെ രാവിലെ 5 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ചാച്ചൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് 5 മണിയാകുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും സന്തോഷ് കെ ആൻ്റണിക്കും ബീനയ്ക്കും വേണ്ടിയിട്ട് 2 കാർഡുണ്ട്. ഒന്ന് അമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ളത്, പിന്നെ ഒന്ന് ഒരു താങ്ക് യു കാർഡാണ്. അത് സിൻസിയറായിട്ട് നോറേനെ നോക്കിയതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവരെ ഏൽപ്പിക്കേണ്ടതാണ്. ഇത് നമ്മൾ പാക്ക് ചെയ്ത് ഭദ്രമായിട്ട് ഈ ബാഗിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ലേശം ഇരുട്ടാണ്, ലൈറ്റില്ല, ഒന്നും തോന്നരുത്. നമ്മളിത് പെട്ടിയെല്ലാം ഇറക്കി വെച്ച് ചാച്ചൻ വന്ന് നമ്മളിത് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി പോകുന്നത്. പോകുന്ന വണ്ടി ഇതാണ്. ഇരിക്കുന്ന നമ്മുടെ എല്ലാ പെട്ടികളും നമുക്ക് കാറിലേക്ക് ഇനി ലോഡ് ചെയ്യണം. ലോഡ് ചെയ്യുന്നതാണ് വലിയൊരു ടാസ്ക്. ഈ ചാച്ചൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചാച്ചൻ ഏലിയാസ് ചാച്ചനാണ്. ചാച്ചന് ടൈമിങ്ങിൽ ഭയങ്കര ഒരു കണ്ണിങ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. നമ്മൾ കിറ്റക്സിൻ്റെ ഒക്കെ മാനേജറായിട്ട് വർക്ക് ചെയ്തതാണ് ചാച്ചൻ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ അതൊന്നുമല്ല, ആളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും ടൈമിങ്ങും പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും പുള്ളിയുടെ ടൈമിങ് ഭയങ്കര അക്യുറേറ്റ് ആണെന്ന്. അതുപോലെ തന്നെ ഷാർപ്പ് 5 മണിയായപ്പോഴത്തേക്കും അദ്ദേഹം വന്നു. ഈ പെട്ടിയൊക്കെ പിടിച്ചോ, ഞാൻ അപ്പുറം കയറിക്കോളാം, കുഴപ്പമില്ല. ഇപ്പോൾ വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ നമ്മൾ ആൻറ്റി ആയിരുന്നു. എന്നാൽ ഞാൻ മുന്നിൽ കയറാം അല്ലേ? അപ്പോൾ ഞാനെന്നാൽ മുന്നിൽ കയറുവാണ്. അല്ലല്ല, ഇത് ബാംഗ്ലൂർക്കാണ്. ഞങ്ങൾക്ക് 700 യൂറോയ്ക്ക് കിട്ടി അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്. പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് പോകാനൊരു മണിയല്ലേ? 700 രൂപ കിട്ടിയപ്പോ അപ്പ് ആൻഡ് ഡൗൺ 40 കിലോ പാക്കേജ് കിട്ടി. പക്ഷെ ആയില്ല, ആകുന്നതേ ഉള്ളൂ. ഏറെക്കുറെ 10 മാസം കഴിഞ്ഞു. നവംബറിലോട്ടൊക്കെ ചാച്ചൻ പറയുമായിരുന്നു, ചാച്ചനൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഫ്ലൈറ്റ് ആഴ്ചയിൽ 2 പ്രാവശ്യം. അതായിരുന്നു നമ്മുടെ കൊച്ചിയിൽ നിന്നല്ലേ ചാച്ചൻ, വെൽഫെയർ എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇവർ വന്നപ്പോഴത്തേക്ക് ഏകദേശം 20 വർഷം മുമ്പ്. അപ്പം അന്നത്തെ അവസ്ഥയിൽ നിന്നിപ്പോൾ ഒരുപാട് മാറി. അന്നത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഡെയിലി ഫ്ലൈറ്റ് ഉണ്ട് നമുക്ക് ത്രൂ ഔട്ട് ഇവിടെ നിന്ന് കൊച്ചിക്ക്. ട്രൈ ചെയ്യേണ്ടതായിരുന്നു. ഞാൻ വിശ്വസിച്ചില്ല. ലാസ്റ്റ് ഇതിനകത്ത് ഞങ്ങൾ വന്നേ അന്ന് തീരുമായിരുന്നു, അവരുടെ സർവീസ് നിർത്തുമായിരുന്നു അവർ. എന്നിട്ട് അവർ അക്കോമഡേഷൻ തരാതെ വരുന്നു. എന്നിട്ട് ഞങ്ങൾ ലാളിയൊക്കെ ഉണ്ടാക്കി. കുറേ മലയാളികളുണ്ടായിരുന്നു. ഇത് പക്ഷേ ഈ ഫ്ലൈറ്റിന് ഇപ്പം ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റിന് 1 മണിക്കൂർ 10 മിനിറ്റ് ലേ ഓവർ ഉള്ളു. ഓടേണ്ടി വരും, അതാണ് കുഴപ്പം. അന്ന് ബഹറിൽ 8 മണിക്കൂർ ലേ ഓവർ അല്ലേ? ടൈം ഉള്ളൂ അബുദാബിയിൽ ഈ ഇത്യാദിൻ്റെ ഫ്ലൈറ്റിന്. ഇപ്പം ഇതില്ല, നമ്മൾ കൊച്ചിക്കാണെങ്കിൽ 1 മണിക്കൂർ 20 മിനിറ്റോ അത്രയും കണ്ട് ഇപ്പം ലേ ഓവർ. ഖത്തർ അത്യാവശ്യം ഉണ്ടല്ലോ. 1 മണിക്കൂർ 40 മിനിറ്റ്. ഖത്തറിന് അങ്ങനെ മിസ്സായിട്ടുള്ള ഇതൊന്നുമില്ല. പക്ഷെ ഇത്യാദി ഇപ്പം ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റിന്
മിനിഞ്ഞാന്ന് പോയ ആൾക്കാർക്ക് കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായി. പിന്നെ അവർ ഹോട്ടൽ കൊടുക്കും. പക്ഷെ നമ്മൾ എയർപോർട്ട് എത്തി. ഇനിയിപ്പോൾ പെട്ടി അൺലോഡ് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്ത് പയ്യെ നമ്മളെ യാത്രയാക്കി. ചാച്ചൻ പയ്യെ സ്കൂട്ടായി. ഞാൻ പെട്ടിയൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങി. പിന്നെ പൊന്നു ഇതേ പയ്യെ പെട്ടിയും തള്ളി ഇനി മുന്നോട്ട് പോവാണ്. ചാച്ച ബൈ, കൊച്ചി ചെന്നിട്ട് കാണാം. നമ്മൾ ഓവർ സൈസ് ബാഗേജിൻ്റെ സെക്ഷനിലേക്ക് ഒരു ബാഗ് നമ്മൾ തട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി നമ്മൾക്ക് ലോഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ചാച്ചനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പുള്ളി നമ്മളെ ചെറുപ്പം മുതൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 30-36 വർഷം മുമ്പ് MBA ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്. അത്യാവശ്യം ബുദ്ധിജീവി. ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്ന മെയിൻ ചാച്ചന്മാരിലൊരാളാണ് ഏലിയാസ് ചാച്ചൻ. നമ്മൾ വളരെ കുറച്ച് സാധനങ്ങൾ എയർപോർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അതൊന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാഗ് തുറന്നതാണ്. അലീഷ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ക്രോയിസൻസും ബട്ടറും ജാമും ഒരു ബ്ലാക്ക് ടീ ആണ് മേടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ മേടിച്ചിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രിയോച്ച എന്ന് പറഞ്ഞ ഒരു സോസേജ് റാഷേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള സംഭവമാണ്. പൊന്നൂട്ടി നമുക്ക് ആ മുത്തങ്ങയിലൊരു ഒരു മാനിനെ അങ്ങ് പിടിച്ചാലോ? കൊച്ചിനെ കാണിച്ചമ്മ. ആണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിക്കാനല്ല ഉദ്ദേശിച്ചത്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഇല്ല. ഈ ഐറ്റം കൊള്ളാം കേട്ടോ. 2 ബർഗർ ബണ്ണ്, അതിൻ്റെ അകത്ത് എഗ്ഗ്, ഒരു സോസേജ്, ബേക്കണ്, പിന്നെ ടൊമാറ്റോ സൾസയാന്ന് തോന്നുന്നു, പിന്നെ മറ്റെന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും സാധനം ടേസ്റ്റ് ചെയ്യാം. ഒത്തിരി ഹെവി അല്ല, എന്നാൽ നമുക്ക് രാവിലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഡംബ്ലിൻ എയർപോർട്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റിംഗ് അധികം ടൈമില്ല. ഏകദേശം ഒരു 1-1.5 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നേരെ അബുദാബിയിൽ നിന്ന് നേരെ പോകുന്നത് ബാംഗ്ലൂർ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. അത് ഞാൻ ഈ പ്രാവശ്യം അങ്ങനെ ചെയ്തതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും 700 രൂപയ്ക്ക് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എനിക്ക് പോകാൻ പറ്റും കെമ്പഗൌഡ ഇൻ്റർനാഷണൽ. അത് പ്രൈസ് വൈസ് നോക്കുമ്പോഴത്തേക്കും കൊച്ചിയിലേക്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഡിഫറൻസാണ്. അത് മാത്രമല്ല, അവിടെ നിന്ന് ഞാൻ പിന്നെ റോഡ് ത്രൂ പോരുവാണെങ്കിൽ എനിക്ക് റോഡ് ട്രിപ്പും ആവും. എനിക്ക് എൻ്റെ പർച്ചേസ് ബാംഗ്ലൂരിൽ നിന്ന് നടത്താം. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ ഈ ട്രിപ്പ് ശരിക്കും ബാംഗ്ലൂരിലേക്ക് ആക്കാനുള്ള പ്രധാന കാരണം. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. അപ്പോൾ എൻ്റെ കൂടെ സ്റ്റേ അലർട്ട്. അപ്പോൾ എയർപോർട്ടിൽ വെച്ച് നമ്മൾ TV രാജ് സാറിനെ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ലിങ്ക്വിൻ സ്റ്റാറിനെയും കണ്ടായിരുന്നു. സാറ് നമ്മുടെ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം. അദ്ദേഹം ഇവിടെ ഒരു പാർട്ടിയുടെ പരിപാടിയായിട്ട് വന്നതാണ്. പാർട്ടിയുടെ പരിപാടിയല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയുടെ പരിപാടിയായിട്ട് വന്നതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ ബോർഡിംഗ് ടൈം ആയി. നമ്മൾ ക്യൂവിൽ നിൽക്കുവാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫ്ലൈറ്റിലേക്ക് എൻട്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. നമ്മൾ ഈ ഫ്ലൈറ്റിലാണ്. അപ്പോൾ അവിടുന്ന് ബോർഡിങ് കഴിഞ്ഞ് ഇപ്പോഴേ കയറി ഇരുന്ന് സീറ്റൊക്കെ ഫുള്ളാന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഒരു 7 മണിക്കൂർ ഫ്ലൈറ്റിൻ്റെ അകത്ത് നമ്മൾ അബുദാബി വരുന്നോടും വരെ ഇരിപ്പായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനോ ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല. ഇടയിൽ മീലുണ്ടെന്നുണ്ടെങ്കിൽ മീൽ അവർ സെർവ് ചെയ്ത് അത് കഴിച്ച് പറ്റുമെങ്കിൽ ഒന്ന് നൈസായിട്ട് ഉറങ്ങുക. കാര്യം രാവിലെ വന്നതുകൊണ്ടൊക്കെ, രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേറ്റത് കൊണ്ടൊക്കെ നമുക്കൊന്നും ഉറങ്ങാനൊന്നും പറ്റിയില്ല. നേരെ ചുവയണം. അപ്പോൾ നമുക്കിനി ഏകദേശം അബുദാബി എത്താറായി. ഇനി ഒരു 10-40 മിനിറ്റിനുള്ളിൽ അബുദാബി എത്തും. 8:30
എന്തായാലും നമ്മളതിൽ കൊണ്ടുപോയി ബാഗ് തന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് ലിബാമും പിന്നെ നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ക്ലോത്തൊക്കെ ആയിരിക്കും, മെറ്റീരിയലൊക്കെ ആയിരിക്കും. എന്തായാലും നോക്കാം. കൊണ്ടിട്ട് നോക്കും, എക്സ്പോസ് ചെയ്യും, തുറക്ക്. എന്തൊക്കെയുണ്ടായാലും ഇയർബഡ്, ലിബാം, പഴയ പോലെ ലാവണ്ടറാണ്, നല്ലതാണ്. അതെന്തായിരുന്നു? ഓക്കെ. പുതിയ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ. പിന്നെ അത്യാവശ്യം ഛർദ്ദിക്കാൻ വരുവാണെങ്കിൽ ഛർദ്ദിക്കാനുള്ള ബാഗും ഉണ്ട്. എന്താ അതൊരു ഷോപ്പിംഗ് ബാഗാട്ടോ, അത് നമുക്ക് മൊത്തത്തിൽ എടുക്കാവുന്നതാണ്. നമ്മുടെ ഫ്ലൈറ്റ് അബുദാബിയിൽ ലാൻഡ് ചെയ്തു. നമ്മുടെ ക്യൂവിൽ നിൽക്കുവാണ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. കാണിക്കുന്നത് നമ്മളിനി 2 to 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ അബുദാബി എത്തുന്നതാണ്. ചിലപ്പോൾ അതിന് മുമ്പും എത്തും. 35,000 അടി മുകളിലാണ് ഫ്ലൈറ്റ് പറക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഫ്ലൈറ്റിൻ്റെ 35,000 അടി നമ്മൾ ഉയരത്തിൽ പറക്കുമ്പോഴത്തേക്കുള്ള ഫ്ലൈറ്റിൻ്റെ അടിയിലുള്ള ക്യാമറയുടെ വ്യൂ. ഇത് നമ്മുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇവിടെയാണ് ക്യാമറ ഓപ്ഷൻസ്. km/h 2691 മൈൽസ് ഓൾറെഡി ട്രാവൽഡ് ആയിട്ടുണ്ട്. കിലോമീറ്റർ 4331. ഫുള്ള് കഴിഞ്ഞു. ഓക്കെ, എയർപോർട്ട് ഭയങ്കര വലിയതാണ്. നമ്മൾ രണ്ടുപേരും ബോഡി ഒരു കണക്കിന് മടുത്തലച്ച് ഓടി വന്ന് ഫ്ലൈറ്റിൽ കയറി. ബോർഡിംഗ് ആയി. ഇനി ഇവിടുന്ന് നേരെ കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓൾറെഡി ടയേർഡാണ്. ടൈം ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ നല്ല വിശന്നിരിക്കുക. ഫ്ലൈറ്റിൽ നിന്ന് എന്തെങ്കിലും പൊതിച്ചോറ് കിട്ടും. ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുവാണ്. ഓടി 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 നമ്മുടെ എ ആണ് സെക്ഷൻ. അപ്പോൾ ആ സെക്ഷനിലേക്ക് നമ്മൾ ഓടുവാണ്. ബാംഗ്ലൂർ കെമ്പഗൗഡ എയർപോർട്ടിൽ വന്നിറങ്ങി. ഇനി ഇമിഗ്രേഷനിലേക്ക് പോവാണ്. അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മുടെ ബാഗേജ് കളക്ട് ചെയ്ത് നമുക്ക് പോകണം. അപ്പോൾ നമ്മൾ കെമ്പഗൗഡ എയർപോർട്ടിൽ വന്നിറങ്ങി ബാഗ് കളക്ട് ചെയ്ത് ഇനി നമ്മളിത് നേരെ എക്സിറ്റ് അടിച്ച് ടാക്സി ബുക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം വന്നിട്ടുണ്ട്. ഇതിൽ കയറിയാണ് നമ്മളിനി ഹോട്ടലിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കെമ്പഗൗഡ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നത്തെ ഒരു പ്ലാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊരു ചായ കുടിക്കണം. രാത്രി ഒരു 2 മണിയൊക്കെ ആയി ടൈം. അപ്പോൾ ഇവിടെ നിന്നെങ്കിലും ഒരു ചായ കുടിച്ചിട്ട് വേണം ഇനി അങ്ങോട്ട് പോകാനായിട്ട്. ഉറക്കം ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ വന്ന ഒരു അപ്പിയറൻസിൽ ഈ ബാംഗ്ലൂർ ഏരിയ നന്നായിട്ട് നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നല്ല നമ്മുടെ എറണാകുളം സിറ്റിയൊക്കെ പോലെ തന്നെ അതിൻ്റെ കുറച്ചും കൂടി എക്സ്ട്രീമിറ്റി ഉണ്ടാവും. ട്രാഫിക്കൊക്കെ പൊതുവേ നല്ല ക്വയറ്റാണ്. അധികം ട്രാഫിക്കോ കാര്യങ്ങളൊന്നുമില്ല.
റോഡൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള റോഡാണ്. ഒരു ട്രാഫിക്കോ കാര്യങ്ങളോ ഒരു പ്രശ്നമില്ല. നമ്മൾ ഇവിടുന്ന് നേരെ ഹെബ്ബാൾ എന്ന് പറഞ്ഞ സ്ഥലത്തേട്ടാണ് പോകുന്നത്. डेयरी सर्कल में दिख रहेगा, एमजे रोड में नहीं दिख रहेगा. അപ്പോൾ നമ്മളിത് ഇനിയിപ്പോൾ ഹോട്ടലിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ അടുത്തെത്തി ഏകദേശം. ബാക്കിയുള്ളത് നാളെ പറയാം. ഇതിനിടയിൽ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ഞാൻ വിശദമായിട്ട് നാളെ രാവിലെ വേണം പറയാം കേട്ടോ.